വഴിയോരത്തെ വിശക്കുന്ന വയറുകൾക്ക് ആശ്വാസമായി വീട്ടമ്മ. കൊല്ലം കല്ലുംതാഴം ബസ് സ്റ്റോപ്പിലെ ആൽമരത്തിനടുത്ത് എന്നും ഉച്ചയ്ക്ക് കൃത്യം 12:30 ജലജയെത്തും. വഴിയോരത്തെ വിശക്കുന്ന വയറുകൾക്ക് ആശ്വാസവുമായി വയറു നിറയെ ഭക്ഷണം കഴിക്കാം. സൗജന്യമായിട്ടാണ് ഭക്ഷണം നൽകുന്നത്. പാത്രവും കുടിവെള്ളവും ഗ്ലാസും ഇവർ കൊണ്ടുവരും. ഇക്കഴിഞ്ഞ ഡിസംബർ 1 മുതലാണ് കല്ലുംതാഴം പാൽക്കുളങ്ങര ഉണ്ണിക്കണ്ണൻ ഹൗസിൽ 56 വയസ്സുകാരിയായ ജലജ ഇവിടെ ഭക്ഷണം വിളമ്പി തുടങ്ങിയത്. ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം ആലൻചുവടിനടുത്ത് ടാർപ്പ കൊണ്ട് മറച്ച ഷെഡിലാണ് ആഹാരം വിളമ്പുന്നത്. അതിജീവനം എന്ന ബോർഡ് ഷെഡിൽ പതിപ്പിച്ചിട്ടുണ്ട്. രോഗികളും വീടില്ലാത്തവരുമായി നിരവധി പേരാണ് ആഹാരവുമായുള്ള ജലജയുടെ വരവും കാത്തിരിക്കുന്നത്. ഈ ഊണുകൊണ്ട് വിശപ്പടക്കുന്ന കുടുംബങ്ങൾ പോലുമുണ്ട്. ആവശ്യക്കാർക്ക് ചോറ് പൊതിഞ്ഞും കൊടുക്കും. കിളിയല്ലൂർ സ്വദേശിയായ തുളസിബായി സഹായിയായി ജലജയ്ക്കൊപ്പം തന്നെയുണ്ട്. വ്യാഴവും ഞായറും ഒഴികെ ബാക്കി എല്ലാ ദിവസവും മുടക്കമില്ലാതെ ഉച്ചയൂണുമായി ഇവർ എത്തും. 25 പേർക്കുള്ള ആഹാരമാണ് തയ്യാറാക്കുന്നത്. അതിൽ കൂടുതൽ ആളുകൾ എത്തിയാലും ആഹാരം കഴിക്കാതെ മടങ്ങേണ്ടി വരില്ല. എല്ലാവരെയും അന്നം മൂട്ടിയ ശേഷമാണ് ജലജ കഴിക്കുകയുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി ഓച്ചിറ പടനിലത്ത് വൃശ്ചികോത്സവത്തിന് 12 ദിവസം സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. തയ്യൽ ജോലി ചെയ്തും തൊഴിലുറപ്പിന് പോയുമാണ് ഭക്ഷണച്ചെലവിനുള്ള തുക കണ്ടെത്തുന്നത്. ഇടയ്ക്ക് പരിചയക്കാർ പച്ചക്കറിയും മറ്റും സൗജന്യമായി കൊടുക്കാറുണ്ട്. രാവിലെ 6 മുതൽ പാചകം തുടങ്ങും. ഉച്ചയ്ക്ക് 12 മണിയോടെ ജോലി പൂർത്തിയാക്കി ആൽമരത്തിനടുത്തെത്തും. വിറകടുപ്പിലാണ് പാചകം. ശ്രീനാരായണപുരം ക്ഷേത്രത്തിന് സമീപം ഗോപാലിൻ്റെ വീടിൻ്റെ വർക്കേരിയയിലാണ് പാചകം ചെയ്യുന്നത്. മക്കളായ ജയശ്രീയും അഖിൽകുമാറും അരുൺകുമാറും അമ്മയ്ക്കൊപ്പം കട്ട സപ്പോർട്ട് നൽകി ഒപ്പമുണ്ട്. ബന്ധുക്കളുടെയും സഹായമുണ്ട്. തുടങ്ങാനുണ്ടായത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഓച്ചിറയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഓച്ചിറ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഇവിടെയും കൊടുക്കണമെന്ന് തോന്നി. 2 മാസം കൊണ്ട് ഇവിടെയും ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിശന്ന് വരുന്ന കല്ലുംതാഴ അമ്പലത്തിൻ്റെ അടുത്ത് ആലിൻ്റെ വീട്ടിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. 10-25 പേര് വരും. അതിൽ പകുതി ആൾക്കാരും രോഗികളും അവശതയായവരും ഒക്കെയാണ്. പിന്നെ ആര് വന്നാലും നമ്മൾ കൊടുക്കും. ആരോടും ഇല്ലെന്ന് പറയത്തില്ല. വിശന്ന് വരുന്ന ആർക്കും കൊടുക്കും. പിന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും പൊതിഞ്ഞ് കൊടുത്തു വിടും. 3-4 കുടുംബം ഇതുകൊണ്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. അതിൽ വലുതൊന്നും ഇത് കൊടുക്കുന്നതുകൊണ്ടൊരു സന്തോഷം. ആർക്ക് എന്ത് കൊടുത്താലും കിട്ടാത്തതാണ് ഈ അന്നദാനത്തിൽ കിട്ടുന്നത്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതെൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. പിന്നെ എൻ്റെ ആൾക്കാരെന്നെ സഹായിക്കും. അതാണ് കൊടുക്കുന്നത്. 10-25 പേർക്ക് കൊടുക്കും. ഇത് മറ്റൊന്നും മോഹിച്ചോ ആരുടെയും ഒന്നും ആഗ്രഹിച്ചല്ല ഈ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത്. ഇത് മറ്റുള്ളവരും കൊടുക്കണം, ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഒരുപാട് പട്ടിണിക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയോട് വിശപ്പടങ്ങിയ മുഖങ്ങളാണ് മുന്നോട്ടുള്ള പ്രചോദനം. മതിയെന്ന് മനസ്സറിഞ്ഞ് പറയുന്നത്. ആ തൃപ്തിയാണ് സന്തോഷം. ജലജ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.